ഹലോ ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസം പിറന്ന നമ്മളെല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കാറുണ്ടല്ലേ. പലതരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പണ്ട് കാലം മുതൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു തന്ന പലതരം ആയുർവേദ മരുന്ന് കൂട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഉലുവലേഹ്യമാണ് കേട്ടോ. ഉലുവലേഹ്യത്തിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ഉലുവയെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അഴുക്കുണ്ടാവും, അപ്പോൾ ആ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് കുതിരാനുള്ളതാണ്, അപ്പോൾ കുറച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 6 മണിക്കൂർ നമുക്കിത് കുതിരാൻ വയ്ക്കാം. ഉലുവലേഹ്യത്തിന് ആവശ്യമുള്ള മധുരം നമ്മൾക്ക് വേണം. അതിന് കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. 650 ഗ്രാം കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ഉലുവക്ക് 650 കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. കരിപ്പെട്ടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം. അതൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 6 മണിക്കൂറായി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ കുതിർന്ന് ആ വെള്ളമൊക്കെ അത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് അരച്ചു കൊടുക്കുക. ഇത് നമുക്ക് 200 ഗ്രാം ഒന്നിച്ചിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. ഉലുവലേഹ്യം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് ഈ ലേഹ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ നമുക്ക് ഈ ഉലുവലേഹ്യത്തിന് ആവശ്യമുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. അടി കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്നൊന്നും അടുക്കി പിടിക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോവും. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കരിപ്പട്ടിയുടെ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട കെട്ടി ഇരിക്കുന്നത് അത് നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കണം. അതിനുശേഷമാണ് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് സമയം പിടിക്കും ഉലുവലേഹ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് സമയം ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഇത് ആവശ്യമുണ്ട്. എങ്കിലാണ് നമ്മളുടെ യഥാർത്ഥ പാകത്തിലുള്ള ഉലുവലേഹ്യമായി നമുക്ക് കിട്ടുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ പാകം ശരിയായി വന്നിട്ടില്ല എങ്കിൽ അത് 2-3 ദിവസം കഴിയുമ്പം തന്നെ പൂത്തു പോകാനൊക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ പാകത്തിനനുസരിച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഉലുവയിൽ ധാരാളം ഫൈബർ അടങ്ങിയ ഒന്നാണ്. മാത്രമല്ല അതേപോലെ തന്നെ ഇതിൽ പ്രോട്ടീനും ഇരുമ്പും വിറ്റമിനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ വളരെ നല്ലതാണ്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ ഉലുവലേഹ്യം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ മാത്രമല്ല എല്ലുബലത്തിനും അതേപോലെ നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളും മുടി കൊഴിച്ചിൽ മുടിയിലെ താരനൊക്കെ മാറിക്കിട്ടാൻ ഇത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 200 ml തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ ഞാനൊരു തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ കുറച്ച് ചൂടുവെള്ളം, നമ്മളിപ്പോൾ ഒരു 150 ഗ്രാം വെള്ളം ചൂടുവെള്ളം എടുത്തിട്ട് ഈ തേങ്ങയിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് അത് നല്ല കട്ടിയിലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 200 ഗ്രാം 220 ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ നമുക്ക് ചേർക്കുമ്പോൾ ഈ നമ്മുടെ ഉലുവലേഹ്യത്തിന് ഒട്ടും കയ്പില്ലാതെയാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈവിടാതെ നമുക്ക് വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നെയ്യ് ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വരകിയെടുക്കുന്നത്. കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ലേഹ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ വരകിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണാണ് കേട്ടോ, 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണും കൂടെ, അങ്ങനെ 3.5 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഞാൻ ഈ ഉലുവ ലേഹ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല പോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഉലുവ ലേഹ്യം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്കിതൊന്ന് റെഡിയായി വരാനുണ്ട്. ഇനി ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം 2 ടീസ്പൂൺ ചേർത്ത്, ഇപ്പോൾ 1.5 ടീസ്പൂണും കൂടെ, അങ്ങനെ 3.5 ടീസ്പൂണാണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ നെയ്യുടെ ചുവ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ നമുക്ക് വരക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ ലേഹ്യം നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഉലുവ ലേഹ്യം. ഇത് പ്രമേഹമൊക്കെ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉലുവ ലേഹ്യം കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു ഉത്തമ ഔഷധമാണ് ഈ ഉലുവ ലേഹ്യം. ഉലുവ കൂടുതൽ കഴിക്കരുത്. നമുക്ക് ഒരു ദിവസം 1 സ്പൂണൊക്കെ കഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മുലപ്പാലിലായാലും, പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാലിലായാലും, അതേപോലെ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മുടെ വിയർപ്പിലൊക്കെ ഈ ഉലുവയുടെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 1 നേരം കഴിക്കുകയായിരിക്കും നല്ലത്. കഴിയുന്നതും ഉലുവ നമ്മൾ കഴിക്കുന്നത് വെറും വയറ്റിൽ കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഉലുവ ലേഹ്യം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.